ഹായ്, ഗുഡ് മോർണിംഗ്. ദിസ് ഈസ് മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനീറ്റ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചു ഞാൻ എന്ത് ഡോക്ടറാണ്, എന്താണ് ചെയ്യുന്നതെന്നൊക്കെ. ഞാൻ ആയുർവേദ ഡോക്ടറാണ്. ഞാനിപ്പം PG എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നലത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അത് നിങ്ങൾ ആ വീഡിയോയുടെ കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, അതിനു മുന്നേ എൻ്റെ റിംഗ് ലൈറ്റ് ശരിയായിട്ടില്ല, കൊടുത്തിട്ടേ ഉള്ളൂ ശരിയാക്കാൻ വേണ്ടി. അത് ശരിയാക്കിയതിന് ശേഷം ഇങ്ങനെ അല്ലാണ്ട് നമുക്ക് നല്ല ഭംഗിയിൽ വീഡിയോ എടുക്കാം കേട്ടോ. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ, നന്ദിയുള്ളവരായി ജീവിക്കുക എന്ന് പറയും. എന്തിനോടാണ് നന്ദി? നമ്മുടെ ഈ ജീവിതത്തോട് നന്ദി. ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ എനിക്ക് വളരെ വളരെ എഫക്റ്റീവായി തോന്നിയ ഒരു കാര്യം നിങ്ങളോട് ഞാൻ ആദ്യമേ തന്നെ ഷെയർ ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക എന്നുള്ളത്. അത് കുറച്ച് കാലം മുന്നേ ഞാനതൊരു ചടങ്ങ് പോലെ എഴുതിയിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 1-2 മാസമായിട്ട് അത് ഞാൻ വളരെ ആത്മാർത്ഥതയോടു കൂടി ഉള്ളേ തട്ടി എഴുതാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഒരു പേപ്പർ എടുത്ത് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതി നോക്കി നോക്കൂ. പറഞ്ഞാൽ തീരാത്തത്ര, എഴുതിയാൽ തീരാത്തത്ര ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് എങ്ങനെയാണ് നന്ദി ഇല്ലാത്തവരായി ജീവിക്കാൻ തോന്നുക നമ്മുടെ ജീവിതത്തിൽ? കാരണം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ ഒന്ന് നോക്കുക. നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റ് നമ്മുടെ ലൈഫിൽ എനിക്കൊന്നും ഇല്ല എന്ന് തോന്നുന്ന അവസരങ്ങൾ വരുമ്പം എപ്പോഴും മുകളിലേക്ക് മാത്രം നോക്കാതെ ഒന്ന് ചുറ്റുവട്ടത്തൊക്കെ നോക്കുക. അവിടെ ആരോ എഴുതി വെച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ഒരു നോർമൽ ഡേ എന്ന് പറയുന്നത് എത്രയോ മനുഷ്യരുടെ സ്വപ്നമാണ്. കൃത്യസമയത്തുള്ള ഭക്ഷണം, മഴയും വെയിലും കൊള്ളാതിരിക്കാനുള്ള ഒരു ചെറിയ വീട്, സ്നേഹിക്കാൻ ഒരുപാട് മനുഷ്യർ ചുറ്റിലും, സംസാരിക്കാനുള്ള ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് സംസാരിക്കാൻ ആളുകളില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളുകളെ. അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് എൻ്റെ ഈ കോഴ്സ് ഒരു ഡോക്ടർ ആകുക എന്നുള്ള ഒരു വലിയൊരു സ്വപ്നം എനിക്ക് അത്രയും താല്പര്യമില്ലാതിരുന്നൊരു കാര്യമാണ്. എനിക്ക് കൂടുതലായിട്ടും എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ ഒരു ലോകത്ത് അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ പക്ഷെ എൻ്റെ കോഴ്സിനോടും എൻ്റെ പ്രൊഫഷനോടും ഞാൻ 100% ഇഷ്ടവും സ്നേഹവും റെസ്പെക്റ്റും ഒക്കെയുള്ള ഒരാളാണ് ഇപ്പം. പക്ഷേ നമ്മുടെ ആ പ്രായത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് അന്നേരം അത്രയും ഒരു ഇത് ഞാൻ കൊടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ദിവസം എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി, അതായത് എൻ്റെ കൂടെ +2 പഠിച്ച ഒരു കുട്ടി എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അനീറ്റ ആ കോഴ്സൊക്കെ എന്ന് ചോദിച്ചു. അപ്പം ഒട്ടും താല്പര്യമില്ലാതിരുന്ന ഒരു സ്റ്റേജിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു വയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഭയങ്കര മടുപ്പാണ്, ബുദ്ധിമുട്ടാണ്, അങ്ങനെ എന്തൊക്കെയോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചു. എനിക്കറിയാം ആ കുട്ടിക്ക് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. എൻ്റെ ഈ വളരെ എന്താ പറയുന്നത് വിഷമകരമായ മെസ്സേജ് കണ്ടിട്ട് ആ കുട്ടി എനിക്ക് ഒരു മെസ്സേജ് അയച്ചു, അനീറ്റയ്ക്കൊരു കാര്യം അറിയോ, ഞാനൊക്കെ എൻ്റെ ലൈഫിൽ അത്രയും ചെറുപ്പം തൊട്ടിട്ട് ആകണം എന്നാഗ്രഹിച്ച ഒരു പ്രൊഫഷനാണ് അനീറ്റ ഇപ്പം ആയിരിക്കുന്നത്. അതും എന്താ പറയുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് കണ്ടാൽ മതി. എനിക്കിന്നും ഒരു വിഷമമുണ്ട് അത് ആലോചിച്ചിട്ട് അതാകാൻ പറ്റാത്തത് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അടുത്ത് തന്നെ വളരെ എന്തോ ഒരു വിഷമം തോന്നും. കാരണം എത്രയോ പേര് ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ, അതിലേക്ക് ദൈവം എന്നെ ചൂസ് ചെയ്തിട്ട് ഞാൻ എന്തുകൊണ്ടാണ് അതിന് ഗ്രേറ്റ്ഫുൾ ആകാതിരുന്നത് എന്ന് ഞാൻ അന്നേരം ചിന്തിച്ചു. അതെനിക്ക് എൻ്റെ ലൈഫിൽ വലിയ ഒരു തിരിച്ചറിവ് എന്ന കാര്യമാണ്. നമുക്ക്
ദൈവം തന്ന ഒരുപാട് നല്ല കാര്യങ്ങളെ കുറിച്ചിട്ട് ഇന്നും ജീവിതത്തിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ചെയ്യുന്നൊരു പ്രാക്ടീസ് പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലേ, അതായത് ഇത് എൻ്റെ ഒരു എന്താ പറയുന്നത് ഇൻവെൻഷൻ ഒന്നുമല്ല, ഞാൻ കേട്ടതാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ ലൈഫിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു 10 കാര്യങ്ങൾ എഴുതണം. ഓക്കെ, ഇതിലൊരു ടെക്നിക്ക് എന്താന്ന് വെച്ചാൽ, അതിലെ ആദ്യത്തെ ഒരു 7 കാര്യം നമുക്ക് ശരിക്കും നമ്മുടെ ലൈഫിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് എത്രയോ 7ഒന്നും അല്ല, നമുക്കൊരു 700 കാര്യങ്ങൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള നമുക്ക് എഴുതാൻ കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു 7 കാര്യങ്ങൾ എഴുതിയതിന് ശേഷം പിന്നെ വരുന്ന 3 കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ വേണ്ട കാര്യങ്ങളെ കുറിച്ച് എഴുതുക. എനിക്കറിയാം വീഡിയോയ്ക്ക് നല്ല ഷെയ്ക്കിംഗ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ കൈ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഉടനെ റിംഗ് ലൈറ്റും മൈക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അതുവരെ നിങ്ങളിതൊന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പം ഈ 7, 8, 9 കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങൾ എഴുതാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നല്ലപോലെ ആഗ്രഹിക്കുന്ന ഒരു കാറ്. ഓക്കെ, ഈ കാറ് എൻ്റെ ലൈഫിൽ എനിക്കുള്ളതിന് താങ്ക് യു. എനിക്ക് വേണമെന്നല്ല, എനിക്കതുള്ളതിന് താങ്ക് യു. അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ ഈ പുതിയ ബിസിനസ് വളരെ നന്നായിട്ട് റൺ ചെയ്യുന്നതിന് താങ്ക് യു. അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ച് പിണക്കത്തിലുള്ളൊരു ഫ്രണ്ട്, ഈ ഫ്രണ്ട് എന്നെ വളരെ മനസ്സിലാക്കുന്നതിനും എന്നോട് വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളതിനും താങ്ക് യു. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഒന്ന് എഴുതി നോക്കൂ. യു ക്യാൻ സീ ദ ചേഞ്ച്. അതായത് നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് നമ്മൾ എന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഏതൊരു സക്സസ് ആയാലും. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, നമ്മൾ വലിയ വലിയ ആൾക്കാരെയൊക്കെ നോക്കുമ്പം അവരെപ്പോഴും അവർക്ക് ലൈഫിൽ ഉള്ളതിനെ കുറിച്ച് വളരെ നന്ദിയുള്ളവരായിട്ട് കാണുന്നുണ്ടാവും. അതുപോലെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ലേ, നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലേ, നമുക്ക് നടക്കാൻ പറ്റുന്നില്ലേ. അങ്ങനെ ഇതൊന്നും അല്ലെങ്കിലും നമ്മുടെ കൂടെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിലും ഇല്ലേ. അത് തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നന്ദിയുള്ള ഒരു കാര്യമായിട്ട് കാണണം. ഇനി ഞാൻ വേറൊരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. എനിക്ക് ഒരു നല്ല ഫോണില്ല എന്നുള്ളത് എൻ്റെ വീഡിയോ എടുക്കുന്നതിനെ എന്നെ തടസ്സപ്പെടുത്തിയ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ച സമയത്ത് എനിക്ക് എന്തൊക്കെ ഇല്ല എന്നുള്ളതിൻ്റെ ലിസ്റ്റാണ് ഞാൻ ആദ്യം എടുത്തത്, എല്ലാവരെയും പോലെ തന്നെ. അതിലെനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു പറയാൻ. എനിക്ക് ഈ ഫോൺ പോരാ, ഇതിനേക്കാളും നല്ലൊരു ഫോൺ വേണമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഒരു മൈക്ക് ഇല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ ആരെങ്കിലും കാണുമോ. ഒന്നാമത് ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നൊരു സമയമാണ്. അപ്പം അതിൽ ഞാൻ എൻ്റെ ഇത്രയും ടൈമും ഇത്ര എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ആരെങ്കിലും കാണുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുമ്പോൾ ഞാൻ ചിന്തിച്ചത്, എനിക്കിതൊക്കെ ഉണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് എനിക്ക് ക്യാമറ നോക്കി പേടിക്കാതെ സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ, സംസാരിക്കാനുള്ള ടോപ്പിക്സ് ഉണ്ട്, എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന നല്ല നല്ല മനുഷ്യരുണ്ട്, എന്നോട് വീഡിയോ ചെയ്യണം എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്താലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെ നമുക്ക് വളരെ ഈസി ആയിട്ട് മറികടക്കാൻ പറ്റും. നിങ്ങളത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതെന്തെങ്കിലും ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒത്തിരി കാരണങ്ങൾ നമുക്ക് കിട്ടും. അപ്പം വീഡിയോ കുറച്ച് ലെങ്തി ആയി എന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്ന് നിങ്ങളെല്ലാവരും ഇന്നിപ്പം നിങ്ങളിത് കാണുമ്പോൾ രാവിലെ ചില ആൾക്കാർക്ക് തിരക്കാകുമ്പോൾ ഉച്ചയ്ക്കോ രാത്രിയിലോ ആയിരിക്കും കാണുന്നത്, ഒരു കുഴപ്പമില്ല. പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കോളാം. ഒരു കാര്യവും നാളെ തൊട്ട് ചെയ്യാം, തിങ്കളാഴ്ച തൊട്ട് ചെയ്യാം, 1-ാം തീയതി തൊട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കരുത്. ഇപ്പം എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇന്ന് തന്നെ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പം ഇന്നെല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രാക്ടീസ് ചെയ്യല്ലോ അല്ലേ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ ഇങ്ങനെയുണ്ട്, ഇവിടെ ഇപ്പം വലിയൊരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാവരും നല്ല സേഫായിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കുക.
നല്ല പോസിറ്റീവായിട്ടിരിക്കുക. സന്തോഷമായിരിക്കുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, അതിനുവേണ്ടി ശ്രദ്ധിക്കുക, നല്ല നല്ല കാര്യങ്ങൾ കാണുക, പോസിറ്റീവായ മനുഷ്യരോട് കൂടെ ആയിരിക്കാൻ ശ്രമിക്കുക. അപ്പം നാളെ നമ്മുടെ മോർണിംഗ് കോഫിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.